ആവലിപ്പുഴയിലൂടെ കുത്തിയൊഴുകി വന്ന വെള്ളത്തിൽ രണ്ടാം തവണയും പാലപ്പുഴ പാലം നിറഞ്ഞു കവിഞ്ഞു. ഇതോടെ പാലപ്പുഴയിൽ നിന്നും ആർളം ഫാം വഴി കീഴ്പള്ളിയിലേക്കുള്ള ഗതാഗതവും സ്തംഭിച്ചു. നിർമ്മാണത്തിലിരിക്കുന്ന പാലപ്പുഴ ചെന്തോട് പാലത്തിൻ്റെ സമാന്തര റോഡ് വെള്ളത്തിൽ മുങ്ങിയതോടെ എടൂർ മണത്തണ മലയോര ഹൈവേയിൽ വീണ്ടും ഗതാഗത സ്തംഭനം ഉണ്ടായി. ബാവലി, ബാരാപ്പോൾ പുഴകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. പാലത്തിൻകടവ് പള്ളിക്ക് സമീപത്തുള്ള റീബിൽഡ് കേരള റോഡിൻ്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീടും റോഡും അപകടത്തിലായി. ചെന്നപ്പള്ളി തങ്കച്ചൻ്റെ വീടാണ് അപകടത്തിലായത്. വീടിനോട് ചേർന്നുള്ള മുറ്റം പൂർണ്ണമായും ഇടിഞ്ഞു താണു. വള്ളിത്തോട് പെട്രോൾ പമ്പിന് പുറകുവശത്തെ കുന്ന് ഇടിഞ്ഞു വീണതിനെ തുടർന്ന് പെട്രോൾ പമ്പിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചു. പെട്രോൾ പമ്പിൻ്റെ പിറകുവശത്തെ 10 മീറ്ററോളം ഭാഗം മണ്ണിടിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ്. ഇരിട്ടി മേഖലയിൽ രാത്രിയും ഇടയ്ക്കിടെ ശക്തമായ മഴ തുടരുകയാണ്.